ഹായ്, കഴിഞ്ഞ ദിവസം നിങ്ങളെല്ലാവരും വായിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ കണ്ടു കാണും. സോഷ്യൽ മീഡിയയിൽ മുഴുവൻ എന്താണ് വന്ന വാർത്തയായിരുന്നു. നമ്മുടെ എറണാകുളം MG റോഡിലെവിടെയോ ഒരു ബിൽഡിങ്, ഒഴിഞ്ഞു കിടക്കുന്ന ബിൽഡിങ്ങിൽ 7ാം നിലയുടെ മുകളിൽ ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും കൂടി ചെന്ന് കയറി. അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ എന്താണ് കത്തി കാണിച്ച് പേടിപ്പിച്ച് ആ ആൺകൊച്ചിനെ മാറ്റി നിർത്തിയിട്ട് പെൺകൊച്ചിനെ പീഡിപ്പിച്ചു എന്നും പറയുന്നുണ്ട്, പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നും പറയുന്നുണ്ട്. ഇത് എന്താണ് പൂർണ്ണ നഗ്നമായിട്ടോ അല്ലെങ്കിൽ ആ രീതിയിൽ എന്തോണ് ഫയർ ആൻഡ് സേഫ്റ്റിയുടെ എന്തോ ഗോവണിൽ കൂടി താഴെ ഇറങ്ങിയിട്ട് അടുത്ത കടയിൽ കയറി രക്ഷപ്പെട്ടു. അപ്പോൾ അന്ന് എനിക്ക് ഇങ്ങനെ വീഡിയോ ഇടണമെന്ന് തോന്നി, സമയം കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ പറയണതാണ്, ഈ വെള്ളത്തിലിറങ്ങുമ്പോൾ നമ്മൾ സൂക്ഷിക്കണമെന്ന് അറിയില്ല. ഇപ്പോൾ പുറത്ത് എവിടെയെങ്കിലും പോയി നമ്മൾ ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ പോയി കഴിഞ്ഞിട്ട് വെള്ളത്തിലിറങ്ങുമ്പോൾ അതിൻ്റെ അകത്ത് ചിലപ്പോൾ കുഴികളുണ്ടാവും. അപ്പോൾ അതിൻ്റെ അകത്ത് ചിലപ്പോൾ അകപ്പെട്ടേക്കാം, മരിച്ചു പോകാം. അപ്പോൾ അതേപോലെ ഈ കൊച്ചി എന്ന് പറഞ്ഞ സ്ഥലത്ത്, കൊച്ചിയല്ല പലയിടത്തും ഇപ്പോൾ ഉണ്ട്, എന്നാലും കൂടുതൽ തിങ്ങി നിൽക്കണമായിട്ടുള്ളൊരു ആൾക്കാർ തിങ്ങി നിൽക്കണ സ്ഥലങ്ങൾ, അതായത് പുറത്തുനിന്ന് വന്ന ആൾക്കാരാണ് ഇപ്പോൾ കൂടുതൽ കൊച്ചിയിൽ. അപ്പോൾ അങ്ങനെയുള്ളൊക്കെ ഒരു സ്ഥലത്ത് വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് ആയിക്കോട്ടെ, കൂട്ടുകാരായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ, അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയണം. നിങ്ങളിങ്ങനെ കറങ്ങാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലേസിലേക്കൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം ആരും ഇല്ലാത്ത സ്ഥലത്തേക്ക് നിങ്ങൾ പോണത് ഏറ്റവും വലിയൊരു മണ്ടത്തരമാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. കാരണം എപ്പോൾ എന്തും സംഭവിക്കാം. കാരണം പലതരത്തിലുള്ള അനധികൃത ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും ഇപ്പോൾ കൂടി തന്നെയാണ് നമ്മുടെ നാട്ടിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, പലരുടെയും അത് ഉപയോഗിച്ച് കഴിയുമ്പോഴുള്ള രീതികൾ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ അതുമാത്രമല്ല, എന്ത് തന്നെയായാലും നിങ്ങൾ ഈ എന്താണ് പറയുക, പബ്ലിക് പ്ലേസിലിരുന്നോ വിഷയമില്ല. നിങ്ങളെന്തിനാണ് അതും എന്താണ് ഒഴിഞ്ഞു കിടക്കണം, ആ ബിൽഡിങ് പ്രവർത്തനരഹിതമാണെന്നാണ് അറിയാൻ സാധിച്ചത്. അതിൻ്റെ ഒരു 7ാം നിലയിൽ അല്ലെങ്കിൽ ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കയറിയത് എന്തിനാണ്, നിങ്ങളെ കുറ്റപ്പെടുത്താനല്ല, ഇത് മറ്റുള്ളവർക്കും കൂടി ഒരു അറിവായിട്ട് എടുക്കാൻ വേണ്ടിയാണ്. പുറത്തുനിന്ന് വന്നവരായിക്കോട്ടെ, ഇപ്പോൾ നമ്മുടെ കൊച്ചിയിൽ തന്നെ ഉള്ളവരായിക്കോട്ടെ, ആര് തന്നെ ആയാലും അങ്ങനെയുള്ള സ്ഥലത്തേക്ക് നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു കാമുകനായിട്ട് പോകുമ്പോൾ സൂക്ഷിക്കണം. കാരണം ഇപ്പോഴത്തെ കാലഘട്ടം അതാണ്. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ നിയമം ശക്തമല്ല, അതാദ്യമേ പറയാം. ഇത് വരണം, ഇങ്ങനെ ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ അല്ല, അങ്ങനെയുള്ളവരെയൊന്നും എന്താ പറയുക, അതിൻ്റെ അത്രയും എൻഡിലുള്ള ശിക്ഷ കൊടുക്കണമെന്നേ ഞാൻ പറയുള്ളൂ. കാരണം അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ, അപ്പോൾ എന്താ പറയുക, ഒരു അത്രയ്ക്കും ക്രൂര മൈൻഡ് അല്ലെങ്കിൽ മനസ്സുള്ളവരാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിള്ളേരെല്ലാവരും, ആര് തന്നെയായാലും, പിള്ളേരായാലും വലിയവരായാലും ഫാമിലി ആയിട്ട് ഇനി പോയാൽ പോലും ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം എപ്പോൾ എന്തെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു ആൾക്കാരുള്ളിടത്ത് നിൽക്കാൻ ശ്രമിക്കുക. കാരണം ആരും ഇല്ലാത്തടത്ത് പോയി ഒറ്റപ്പെട്ടു പോയി ഇതേപോലെ വല്ല കത്തിയെ കാണിച്ച് ഭീഷണിപ്പെടുത്തി ഒരു 4-5 പേര് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? എന്നിട്ട് ആ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ പീഡിപ്പിച്ചു എന്നും പറയുന്നുണ്ട്. എന്തായാലും ഇനി അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ, അത്ര എനിക്ക് പറയാനുള്ളൂ. ഇപ്പോൾ ലാസ്റ്റ് ഉണ്ടായ ഞാനൊരു അനുഭവം കൂടി പറയാം. ഞാനൊരു ദിവസം വീഡിയോ ഇടാനായിട്ട് വിട്ടുപോയതാണ്. കഴിഞ്ഞ ന്യൂ ഇയറിൻ്റെ അന്ന് രാത്രിയായത്, ഡിസംബർ 31 രാത്രി ഈ പപ്പാഞ്ഞിനെ കത്തിക്കൽ കാണാൻ വേണ്ടിയൊക്കെ എല്ലാവരും പോകും. ഈ ക്രൗഡായിട്ടുള്ള ഏരിയയിലേക്ക് പോകുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് ലേഡീസ് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി പിള്ളേരൊക്കെ ആയിട്ട് പോകുമ്പോൾ. കാരണം അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇത് ദൂരെങ്ങുള്ള കാര്യമല്ല, ഫോട്ടോ ചില കാര്യമല്ല. ഞാൻ പറയണം, എൻ്റെ വീടിൻ്റെ അടുത്തുണ്ടായ ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മുടെ NGO ക്വാർട്ടേഴ്സിൽ, കാക്കനാട് NGO ക്വാർട്ടേഴ്സിൽ പപ്പാഞ്ഞിയെ കത്തിക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആൾക്കാർ അത്രയും ക്രൗഡ്, അതായത് ആദ്യമായിട്ടാണ് അത്രയും നല്ല ഒരു ക്രൗഡ് കാണുന്നത്. ഞാൻ അങ്ങോട്ട് ചെന്ന് ഞാൻ എന്താണ് അതിൻ്റെ ഇടയിൽ പോയി ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ പോയത്. ഞാൻ ഇടയ്ക്ക് വെച്ച് ഞാൻ തിരിച്ചു പോകുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്കും ക്രൗഡായിരുന്നു അതിൻ്റെ ഇടയിൽ. അപ്പം ഞാൻ എന്ത് ചെയ്ത്, ഞാൻ മുടി ഓൾറെഡി ബാക്കിൽ ഇങ്ങനെ അഴിച്ചിട്ടേക്കണായിരുന്നു തോന്നുന്നു കുറച്ച്. അപ്പോൾ 2-3 ഹിന്ദിക്കാർ പുറകിൽ വന്നിട്ട് ഇതിലൊരുത്തൻ കയറി തോണ്ടാണ് എനിക്കിട്ടെ. അപ്പോൾ ആദ്യം ഞാൻ ഓർത്ത് അറിയാണ്ട് വല്ലതും കൈകൊണ്ടായിരിക്കും. പിന്നെ ഇവൻ മൊട്ടി ഒരുമിച്ച് നടക്കണ്. അപ്പം എൻ്റെ മുഖം കാണില്ല, കാരണം ഞാൻ മാസ്ക് വെച്ചിട്ടുണ്ടായി. മാസ്ക് വെച്ചേക്കണോണ്ട് തന്നെ എൻ്റെ മുഖം കാണില്ല. അപ്പോൾ ലാസ്റ്റ് ഞാനിങ്ങനെ നോക്കി എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ആള് ഒന്നുമില്ലാത്തവരെ നിന്ന്. അപ്പോൾ അവൻ അതിൻ്റെ ഇടയിലൊന്ന് ചൂടായി ഇങ്ങോട്ട് വന്നു. അപ്പോൾ തിരിച്ചു ചൂടാവാനാണെങ്കിൽ എന്താ പറയുക, നമുക്ക് സത്യത്തിൽ ഒരെണ്ണം കൊടുക്കണമെന്ന് തോന്നിയായിരുന്നു, വേറെ കാര്യമായിട്ടാണ്. കാരണം ഞാനത് പറഞ്ഞു തന്നെ, ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെയും ഈ ഫാമിലി ആയിട്ടൊക്കെ പോകുന്നുണ്ട്. പക്ഷേ ചിലപ്പോൾ പിള്ളേർക്ക് അപ്പനോടോ അമ്മേനോടോ ഷെയർ ചെയ്യാനുള്ളൊരു മടി, അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാനുള്ള മടി. അപ്പോൾ പോകുമ്പോൾ എപ്പോഴും ഒന്നില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ഫാമിലി ഒരുമിച്ച് പോകാൻ ശ്രമിക്കുക ഇങ്ങനെയുള്ള ഏരിയയിലേക്ക്. പിന്നെ കഴിവതും ക്രൗഡിൻ്റെ ഇടയിലേക്ക് വേണ്ടി നീങ്ങിന്ന് കാണാൻ ശ്രമിക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. കാരണം അത്രയ്ക്ക് തിരക്കായിരുന്നു, ഒരാൾക്ക് കാല് വെക്കാൻ അല്ലെങ്കിൽ നടക്കാനുള്ള സ്ഥലമില്ല. അപ്പോൾ എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കിയാൽ ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ, അത് ഹിന്ദിക്കാരാണ് കേട്ടോ. അപ്പോൾ ഇവന്മാരെയൊക്കെ നിലക്ക് നിർത്താൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ട് ഇപ്പോൾ മലയാളികളുടെ ഇടയിൽ. അതാണ് ഞാൻ പറയുന്നത്, നമ്മുടെ നിയമം ശരിയല്ല, നിയമം കുറച്ചുകൂടി ശക്തമാക്കണം. ഇങ്ങനെയുള്ളതൊക്കെ കൈയോടെ പിടിച്ചാൽ കൊടുക്കേണ്ട ശിക്ഷ കറക്റ്റായിട്ടാണ് കൊടുക്കുക.
അപ്പോൾ ആ പ്രശ്നങ്ങൾ തീരും. അത് പറഞ്ഞാൽ തന്നെ ഈ അനധികൃത ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം നല്ല രീതിയിൽ തന്നെ അതൊക്കെ നിയമപരമായിട്ട് നേരിടേണ്ടതാണ്. കാരണം എന്നാലത് കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ അത് കുറക്കാൻ അല്ലെങ്കിൽ കുറക്കാനല്ല നിർത്തലാക്കേണ്ട സാധനമാണ്. അതിനൊന്നും യാതൊരു വിധ രീതിയിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ പുറത്തുനിന്ന് വന്ന പിള്ളേർ ആരും, നിങ്ങളുടെ ഫ്രണ്ട്സ് ആര് തന്നെ ആയിക്കോട്ടെ, ബോയ് ഫ്രണ്ടോ ഗേൾ ഫ്രണ്ടോ ആര് അങ്ങോട്ടും ഇങ്ങോട്ടും ആയെങ്കിലും വിളിച്ച് ഇങ്ങനെയുള്ള ആരും ഇല്ലാത്ത സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ സൂക്ഷിക്കുക. നിങ്ങൾ സ്വയം പോയി ഒരു സംഭവം വരുത്തി വെക്കണതിന് തുല്യമാണ്. അവരെ ഞാൻ കുറ്റപ്പെടുത്തിയല്ല, ഇല്ലെന്നും നമ്മളിനി നടന്നതിനെക്കുറിച്ച് അത് ആര് തെറ്റാണോ എന്നൊന്ന് പറയണതിൻ്റെ അല്ല. നാളെ ഇത് ഈ അടിയിൽ വന്ന് കമൻസ് ഇടുന്നവർ കുറേ പേരുണ്ട്, ഈ നെഗറ്റീവ് കമൻസ്. ഇവർ ഓർക്കുക, നിങ്ങൾ ചിലപ്പോൾ പുണ്യാളന്മാരായിട്ടിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു നന്മപരമായിരിക്കും, നിങ്ങൾ ആവശ്യമില്ലാത്ത പരിപാടിക്കൊന്നും പോകില്ലായിരിക്കും. പക്ഷേ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ പോയാൽ പണിയാണ്. അതാർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതിപ്പോൾ എനിക്ക് എൻ്റെ കാര്യം പറയാം, പക്ഷേ എൻ്റെ വീട്ടിലെ ബാക്കി ആരും എനിക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റും. മനുഷ്യരാണ് എല്ലാവരും, അത് ചിന്തിക്കുക. അപ്പോൾ അതിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ ശ്രമിക്കുക. ഇവിടെ വന്ന് ജീവിക്കുന്നവരോട് അല്ലെങ്കിൽ ഇവിടെ വന്ന് താമസിക്കുന്നവരോട് പറയുന്നതാണ്. ഇതൊന്ന് ഷെയർ ചെയ്യണമെന്ന് വെച്ചിട്ട് 2 ദിവസം ഞാൻ എന്നെ വിട്ടുപോയി. ഇപ്പോൾ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ വീഡിയോ ഇട്ടാണ്. എല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ കൊച്ചിയിലെ ഹണി ട്രാപ്പ് എന്നല്ല, മണി ട്രാപ്പ് എന്നാണ് അതിനെ പറയുന്നത് ശരിക്കും. ഞാൻ നോക്കിയിട്ട് അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ അടുത്ത ദിവസങ്ങളിൽ കൊണ്ടുവരേണ്ട, സമയം കിട്ടാത്തതുകൊണ്ടാണ്. അത് പലരും പറയും, ഞങ്ങളുടെ കുടുംബത്തിൽ ആരും അങ്ങനെയൊന്നും ചെയ്യില്ല, പക്ഷേ എന്നും പറഞ്ഞാൽ അങ്ങോട്ട് വിട്ട് കളയും. പക്ഷേ നിങ്ങളത് കാണണം ആ വീഡിയോ. എന്തായാലും അടുത്തൊരു ദിവസം ഇറക്കുന്നുണ്ട്. കാരണം കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഇവിടെ താമസിച്ചിട്ട് എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ആ പറഞ്ഞാൽ നല്ലതും ചീത്തയും ഉണ്ടാവും. നല്ലത് നിങ്ങൾ എടുക്കുക. ഈ പറഞ്ഞാൽ ഈ വീഡിയോയിലാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അവരെ ചീത്ത വിളിക്കാനല്ല, സംഭവിക്കാനുള്ള സംഭവിച്ചു. ഇനി ഒരാൾക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.